ഹലോ, ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞു പൂന്തോട്ട വിശേഷമാണേ പറയുന്നത്. അപ്പോൾ പൂന്തോട്ടമൊന്നും പറയാനില്ല, എന്നാലും ഞങ്ങൾക്കിത് ഞങ്ങളുടെ ഒരു കുഞ്ഞു പൂന്തോട്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മുടെ റോസ് നിൽക്കുന്ന ചട്ടിയിലൊക്കെ നിറച്ചും കാക്കപ്പൂവിൻ്റെ തൈകൾ പൊടിച്ച് നിൽക്കുകയാണേ. ഞങ്ങളിതിനെ കാക്കപ്പൂവെന്നാണ് പറയുന്നത്, മറ്റു പേര് വല്ലതും ഉണ്ടോ എന്ന് അറിയില്ല. ഈ കുഞ്ഞു ചെടികൾ കാരണം റോസയ്ക്കൊന്നും വളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി, ഒന്നും മണ്ണിളക്കി ഇടാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതിനെ അവിടെ നിന്ന് മാറ്റണ്ടേ. ഒരുപാടുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം സ്ഥലം അതിനു വേണ്ടി വേണേ. അപ്പോൾ അത് സ്ഥലം നോക്കി നടന്നപ്പോഴാണ് നമ്മുടെ ഷെയ്ഡിനടിയിൽ കുറച്ച് സ്ഥലമുണ്ടേ. ആദ്യം അമ്മ ഇവിടെയൊക്കെ പച്ചക്കറിയൊക്കെ നടുമായിരുന്നു. ഇപ്പോൾ വിത്തൊക്കെ പാവി വയ്ക്കാൻ വേണ്ടി സ്ഥലം ഒഴിച്ചിട്ടേക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഇപ്പോഴും ശീതകാല പച്ചക്കറികളുടെ വിത്തൊക്കെ പാകി പൊടിച്ച് നിൽക്കുന്നുണ്ടേ. അപ്പോൾ കുറച്ച് സ്ഥലം മിച്ചമുണ്ടായിരുന്നു. അങ്ങനെ ചെടികളെല്ലാം പിഴുത് അങ്ങോട്ട് നടാമെന്ന് കരുതി അമ്മ ഉറച്ചു കിടന്ന മണ്ണിനെയൊക്കെ ഒന്ന് കൊത്തിയെടുത്ത് സെറ്റാക്കി. പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ഇട്ട് നമ്മുടെ ചെടിയെല്ലാം അവിടെ നട്ടതേ വെള്ളവും തളിച്ച് സെറ്റാക്കിയിട്ടുണ്ടേ. പിന്നെ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നേ. കുറച്ചൊക്കെ ചെടികളൊക്കെ പട്ട് പോയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതിൽ നമ്മുടെ തൈകളൊക്കെ എടുത്ത് വച്ചു. ഇപ്പോൾ സെലോഷ്യ തൈയൊക്കെ നട്ടിട്ടുണ്ട്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോഴിപ്പൂവ്, കോഴിവാലൻ്റെ പൂവ്. പിന്നെ കുറച്ച് ദിവസമായി മഴയല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് കളകളൊക്കെ അങ്ങ് പിടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ആ കളയൊക്കെ അങ്ങ് പൊഴുത് മാറ്റി ചെടികളുടെ മൂട്ടിൽ മണ്ണൊക്കെ അങ്ങ് ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെയും കുറച്ച് ചെടിച്ചട്ടിയിലൊക്കെ നമ്മുടെ കാക്കപ്പൂവിൻ്റെ തൈകൾ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിനെ കൂടി എവിടെയെങ്കിലും നടാമെന്ന് നോക്കി നടന്നപ്പോഴാണ് കുറച്ച് സ്ഥലം മിച്ചം ഇവിടെ കിടക്കുന്നത് കണ്ടത്. പിന്നെ അവിടുത്തെ കളയൊക്കെ പറിച്ച് അവിടെയും കൊത്തിക്കിളച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കി ചാണകമൊക്കെ ഇട്ടതേറ്റേ നമ്മൾ ചെടി അങ്ങ് നട്ടു. അപ്പോൾ ഏകദേശം ചെടികളൊക്കെ നട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി പൊടിച്ച് വരുന്നത് നമുക്ക് മറ്റെവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തി വയ്ക്കാം. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു മുള നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ കുഞ്ഞു കല്ലൊക്കെ വെച്ച് ഞാൻ അതിന് ചുറ്റും ഒരു റൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ വക ഒരു അലങ്കാരപ്പണി കൂടി അങ്ങ് നടത്തി. കുറച്ച് ടട്ടർവൈൻ നിന്നതിനെ അവിടെ അങ്ങ് എടുത്ത് വച്ചു, അതവിടെ കിടന്ന് പടരട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോഴേക്കും സന്ധ്യയായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കളയൊക്കെ പറിച്ച് വെച്ചിരുന്നതിനെയൊക്കെ തൂത്ത് വൃത്തിയാക്കി അതൊക്കെ അങ്ങ് വാരി മാറ്റാമെന്ന് വിചാരിച്ച് ബാക്കി പരിപാടി നാളെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.